ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. നമുക്ക് ധാരാളം ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ എല്ലാവർക്കും ഉണ്ടാകുമായിരിക്കാം. എന്നാലും പറയുകയാണ്, നമുക്ക് ഒന്നോ രണ്ടോ പേര് നമ്മുടെ പോസിറ്റീവ് വാർത്തകളും നെഗറ്റീവ് വാർത്തകളും ഒക്കെ അറിയിക്കാനും അതിൽ സങ്കടമായാലും സന്തോഷമായാലും നമ്മളോടൊപ്പം പങ്കിടാനുമായിട്ട് ഒന്നോ രണ്ടോ കൂട്ടുകാരാവാം, ബന്ധുക്കളാവാം, നമ്മുടെ കൊളീഗ്സ് ആവാം, അയൽവാസികളാവാം. പക്ഷെ അവർ നല്ല വിശ്വാസികളായിരിക്കണം. അതായത് നമ്മുടെ പോസിറ്റീവ് വാർത്തകളിൽ അസൂയ തോന്നാത്തവരും എന്നാൽ നെഗറ്റീവ് വാർത്ത പറഞ്ഞു പരത്താത്തവരും ആയിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ പല വിഷമഘട്ടങ്ങളും അല്ലെങ്കിൽ സന്തോഷ കാര്യത്തിലും ഒക്കെ നമുക്കത് ഫീൽ ചെയ്യാനുള്ള ഒരവസരം കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, എല്ലാവർക്കും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇല്ലാത്തവർ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അത് പ്രായഭേദമന്യേ, ഇവൻ പഠിക്കുന്ന കുട്ടികളാവട്ടെ, വിവാഹിതരാവട്ടെ, പ്രായമായവരാവട്ടെ, ആരുമാവട്ടെ, ആൺപെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വളരെ സന്തോഷത്തോടെ കേൾക്കുവാനും നമുക്ക് ഉപദേശിക്കേണ്ടപ്പോൾ ഉപദേശിക്കുവാനും ഒക്കെ ഉള്ള ആളായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ തെറ്റൊന്നും ആരും വിചാരിക്കരുത്. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇപ്പോൾ വീട്ടുകാരായാലും കൂട്ടുകാരായാലും ബന്ധുക്കളായാലും എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. പക്ഷെ ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് അവരുടെ ഉപദേശം വേണമെന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അവരുടെ ഒരു ഉപദേശം നമ്മളെ രക്ഷിക്കും എന്നുള്ളതിന് യാതൊരു തെറ്റുമില്ല. ഈവൻ നമ്മുടെ ഒരു ഡ്രസ്സ് വാങ്ങുന്നതിലാവട്ടെ, ഇല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിലാവട്ടെ, ഏതിലും ആവട്ടെ ഒരു ഉപദേശം നമ്മൾ തേടിയാൽ നമുക്ക് തക്കതായ ഒരു മറുപടി തരുന്ന ഒരാളായിരിക്കണം നമ്മൾ കണ്ടെത്തുന്നത്. അതിൽ യാതൊരു നാണക്കേടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകും. എങ്കിൽ നമ്മുടെ വിജയം ഉറപ്പായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കും. അതിന് യാതൊരു തെറ്റുമില്ല. വേറൊരു വിഷയമായിട്ട് നാളെ കാണാം.